നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ സ്വമേധയാ ഹർജി ഫയലിൽ സ്വീകരിച്ച് ഹൈക്കോടതി. മുത്തശ്ശിയുടെ പരാതിയിൽ സർക്കാർ നടപടിയെടുക്കാത്തതിൽ വനിതാ ശിശുവികസന വകുപ്പിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് വിശദാംശം? ഷമ്മി, നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ ആ മരണത്തിൽ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ് ഹൈക്കോടതി. ഈ സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൈക്കോടതി സ്വമേധയാ നടപടികളിലേക്ക് നീങ്ങാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ വണ്ണം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇതിൽ സ്വമേധയാ ഒരു ഹർജി നൽകി അതിൽ സ്വമേധയാ ഫയലിൽ സ്വീകരിച്ച് സ്വമേധയാ കേസെടുത്ത് നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ചില ചോദ്യങ്ങൾ ചീഫ് ജസ്റ്റിസ് സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. അതായത്, ഈ മുത്തശ്ശി ഒരു പരാതി മുൻപ് നൽകിയിരുന്നു, അതിൽ എന്ത് നടപടിയെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിൽ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ്, ശിശു വികസന വകുപ്പ് അതിൽ മറുപടി നൽകണം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ, വനിതാ ശിശുക്ഷേമ വകുപ്പിനെ ഈ കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. അത് മുദ്ര വെച്ച കവറിൽ വേണം എന്നുള്ളതാണ്. അത് കോടതി ഇത് വിശദീകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശോധനയ്ക്ക് എത്താൻ കാരണം, നമുക്കറിയാം, ഈ വിഷയം പുറത്തു വന്നതോടുകൂടി ഈ കുട്ടിയുടെ മുത്തശ്ശിയുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. അതായത്, മുത്തശ്ശി അന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകനെ വിളിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ട് എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അതിലൊരു തുടർ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഈ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. അത് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ചോദിക്കുന്നത്. വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കോടതി ഇതിനെ ഗൗരവത്തിൽ കാണുന്നതെന്ന് തന്നെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഒരാഴ്ചയ്ക്കകം ഇതിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ടിന്മേൽ കോടതി തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്.